ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് കുറച്ചു കാലം പുറകോട്ടൊന്ന് പോയാലോ? 1997 മെയ് 5 അന്നാണിത് ഈ കുട്ടി. മൂത്തത് 2 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു ആൺകുട്ടി വേണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അമ്മയുടെ വയറ് കണ്ട് 90% ആൾക്കാരും പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അവരുടെ പ്രവചനം അണുവിടെ തെറ്റിയില്ല. ഈ പറഞ്ഞു വരുന്നത് എന്നെ പറ്റി തന്നെയാണ്. മെയ് മാസം എനിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. കാരണം മെയ് 5 എൻ്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ മെയ് 25 എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ മെയ് മന്ത് എനിക്കൊരു സ്പെഷ്യൽ മന്താണ്. നമ്മളങ്ങനെ വലിയ രീതിയിലൊന്നും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യാറുണ്ട് എല്ലാ വർഷവും. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ചേട്ടൻ്റെ അച്ഛനായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പം ലാസ്റ്റ് ഇയർ മാത്രമേ ഉള്ളൂ കേക്ക് കട്ട് ചെയ്യാതിരുന്നത്. പിന്നെ എല്ലാ ബർത്ത്ഡേക്കും അമ്പലത്തിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ വർഷമാണ് അമ്പലത്തിലും പോകാൻ പറ്റാതിരുന്നത്. ആക്ച്വലി അച്ഛൻ്റെ മെയ് 4 ഡിസ്ചാർജ് പറഞ്ഞായിരുന്നു. പക്ഷേ ചില കാരണങ്ങളായിട്ട് മെയ് 5 ഡിസ്ചാർജ്. അപ്പോൾ അന്ന് രാവിലെ അച്ഛനോട് ചേട്ടൻ പറഞ്ഞു, ഇന്ന് ഐഷുവിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നില്ലേ, ഗിഫ്റ്റ് കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം എന്നെ വേഗം വിളിച്ച് വരുത്തിയിട്ട് എൻ്റെ കയ്യിലൊരു ഉമ്മ തന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അച്ഛനെ ഈ നിമിഷത്തിൽ നമ്മൾ ഓർക്കുന്നു. അപ്പം നമുക്ക് ഈ വർഷത്തിലേക്ക് വന്നാലോ? ഈ വർഷം നേരത്തെ ഒരാൾ രാവിലെ പോയി നമ്മുടെ ഇവിടെ ഒരു ക്യൂട്ടി പൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അമ്പലപ്പുഴയിൽ വുമൻസിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ ആൾ പോയി കേക്കിന് ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ കേക്ക് വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. കേക്ക് കഴിക്കാനൊന്നും ആരും ഇല്ല. ചേട്ടൻ്റെ മുഖത്തെ കള്ള ചിരി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ 4th ഈവനിങ് കേക്കൊക്കെ വാങ്ങിച്ചു. 5th 12 AM ആയപ്പോൾ തന്നെ നമ്മൾ കേക്ക് മുറിക്കാനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കി. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് 12 മണിക്ക് തന്നെ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പം ഒരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. നെക്സ്റ്റ് ഇയർ നമ്മൾ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. അപ്പോൾ ഉള്ള നിമിഷം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാനായിരുന്നു ചേട്ടൻ്റെ വാദം. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഈവനിങ് നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയി. മൺഡേ ആയിരുന്നതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകണമായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് രാത്രിയിലത്തെ ഫുഡ് നമുക്ക് തട്ടുദോശയാക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മളിപ്പം തട്ടുദോശ വാങ്ങിക്കുന്ന ഒരു സ്പോട്ടെന്ന് പറയുന്നത് അമ്പലപ്പുഴ പുതിയ SBIയുടെ അവിടെ ഒരു തണൽ എന്ന് പറയുന്ന തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തട്ടുകടയാണ്. അവിടെ നല്ല തട്ടുദോശയൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. Happy birthday, Aichuki. Happy birthday, Aichukita. Happy birthday, Aichu. ഐശ്വര്യക്കോട് പറയണേ, ഞാൻ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ.